വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെൻസസിൻ്റെ രണ്ടാം ഭാഗമാണ്. നമ്മൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് ഓൾറെഡി പഠിച്ചായിരുന്നു. ഇന്ന് പഠിക്കുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഈ ശ്രീകാന്ത് മഞ്ജുശ്രീ എന്ന് പറയുന്ന ചാനലിലാണ്. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിങ്ക് ആൻഡ് ലേൺ വിത്ത് മഞ്ജുശ്രീ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടുന്നത് ജനറൽ അവയർനെസ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ ആയിരിക്കും. പിന്നെ നമ്പർ പാറ്റേൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വേണ്ടിയ രീതിയിലുള്ളതാണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ഈ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ ടെൻസസ് പഠിച്ചു തുടങ്ങിയായിരുന്നു. ടെൻസസ് 3 വിധമുണ്ടെന്ന് പറഞ്ഞു. ടെൻസ് എന്താണെന്ന് പറഞ്ഞു, അതായത് വെർബ് അല്ലെങ്കിൽ ആക്ഷൻ. ഒരു പ്രവൃത്തി നമ്മൾ എപ്പോൾ ചെയ്തു, അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണോ, ചെയ്ത് കഴിഞ്ഞതാണോ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുവാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനാണ് നമ്മൾ ടെൻസസ് യൂസ് ചെയ്യുന്നത്. ആ പ്രവൃത്തി എപ്പോൾ തുടങ്ങി, എപ്പോൾ തീർന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ 3 ടൈപ്പ് ടെൻസസ്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതുപോലെ ഓരോ ടെൻസിനും 4 ഫോംസ് ഉണ്ട്. അതിൽ പ്രസൻറ്റ് ടെൻസിന് സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചതാണ്. ഇന്ന് പഠിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന 4 ഫോംസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ 4 ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു: സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് ടു. വെർബ് ടു എന്നാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്ന ആ ടെൻസിൻ്റെ വീഡിയോ കാണണം. അതായത് വെർബ് ടു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്. അപ്പം നമ്മൾ സബ്ജക്റ്റും പാസ്റ്റ് ടെൻസിലുള്ള വെർബും കൂടെ ചേരുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഫോം. ഇതൊക്കെ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതാണ്: ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. ഭൂതകാലത്ത്, അതായത് നേരത്തെ നടന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഹരി വെൻറ്റ് ഹോം ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഹരി വീട്ടിൽ പോയി. അത് നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. ഇതും പാസ്റ്റിൽ നടന്ന തന്നെ, പക്ഷെ കുറേ നാൾ കൊണ്ട് നടന്ന ഒരു കാര്യം, കുറേ നാളുകൊണ്ട് നടന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. നോക്കിയാൽ ദ പ്രിൻസ് ഗ്രൂ ഇൻറ്റു എ ഗ്രേറ്റ് വാറിയർ. ഇത് രാജകുമാരൻ വളർന്ന ഒരു വലിയ പടയാളിയായിട്ട് മാറി, നല്ലൊരു ധീര യോദ്ധാവായിട്ട് മാറി. അപ്പോൾ ആ ചെറിയ കുട്ടിയായിരുന്ന രാജകുമാരൻ വളർന്ന ഒരു വലിയ ധീരനായ യോദ്ധാവാകാൻ എടുത്ത ഒരു ടൈം പീരീഡ് ഉണ്ട്, സമയം. അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുന്നതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ടു ഷോ എ ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. ടു ഷോ എ ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത്, നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ പഠിച്ചതാണ്, സ്ഥിരമായി ചെയ്യുന്ന കാര്യം. പക്ഷേ ഈ സ്ഥിരമായി ചെയ്യുന്ന കാര്യം നേരത്തെ ചെയ്തതാണെങ്കിൽ, അതായത് വി വെൻറ്റ് ടു കോവളം എവരി വീക്കെൻഡ്. എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ എന്ത് ചെയ്യും? കോവളത്ത് പോയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരു പ്രവൃത്തിയാണ്, പക്ഷെ അത് എല്ലാ ആഴ്ചകളിലും നമ്മൾ ചെയ്യുന്നതുമാണ്. ഇനി സെക്കൻഡ് ഫോം, അതായത് സെക്കൻഡ് അതിൻ്റെ പാസ്റ്റ് ടെൻസിൻ്റെ സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൻ്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING. സബ്ജക്റ്റിൻ്റെ കൂടെ വാസ് ഓർ വെയറാണ് വരുന്നത്. നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് ഇത് ഈസ്, ആമ, ആറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വെർബിൻ്റെ കൂടെ ING ഫോമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ വാസും വെയറുമാണ് ഉപയോഗിക്കുന്നത്. വാസ് സിംഗുലറിൻ്റെ കൂടെയും വെയർ പ്ലൂറലിൻ്റെ കൂടെയുമാണ് ഉപയോഗിക്കുന്നത്. അത് മറക്കരുത്. വാസ് എപ്പോഴും നമ്മൾ സിംഗുലറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്, ഒൺലി വൺ എന്നുള്ള അർത്ഥത്തിൽ. വേറെ പ്ലൂറലിൻ്റെ കൂടെ. ഓക്കെ. നെക്സ്റ്റ്, ടു ആൻ ആക്ഷൻ ദാറ്റ് വാസ് മെൻഷനിങ് അറ്റ് എ ഗിവൺ ടൈം. അതായത് ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ ചെയ്ത ഒരു കാര്യം, ഇത് ചെയ്ത് തീർന്നതാണ് കേട്ടോ, അങ്ങനെ പറയുന്നതിന് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ലാസ്റ്റ് ഈവനിങ് ഐ വാസ് റീഡിങ് എ ബുക്ക്. കഴിഞ്ഞ വൈകുന്നേരം ഞാനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ചെയ്തത്, പക്ഷെ അതിന് കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ടു ആൻ ആക്ഷൻ ദാറ്റ് വാസ് കണ്ടിന്യൂയിങ് when another action expressed in a simple present tense.
ഒരു ആക്ഷൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയുമ്പോൾ വേറൊരു ആക്ഷൻ എന്ത് ചെയ്യുന്നു, സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയും, സിമ്പിൾ പാസ്റ്റ് ടെൻസിലൊരു ആക്ഷൻ പറയുമ്പോൾ നമ്മൾ മറ്റേ ആക്ഷൻ എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ ഐ ഗോട്ട് അപ്പ് ഷീ വാസ് മേക്കിംഗ് എ കോഫി. ഞാൻ എണ്ണീറ്റപ്പോൾ അവൾ എന്ത് ചെയ്യായിരുന്നു, ഒരു കോഫി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഏതാണ് ഇതിനകത്തില്ല, വെൻ ഐ ഗോട്ട് അപ്പ്, ഞാൻ എണ്ണീറ്റപ്പോൾ, അല്ലേ? പാസ്റ്റ് ടെൻസിൻ്റെ ഇത് അറിയാമല്ലോ, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസിലുള്ള വെർബ്. ഗെറ്റിൻ്റെ പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ് ഗോട്ട് എന്നുള്ളത്. അപ്പോൾ ഐ ഗോട്ട്, അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ സെക്കൻഡ് ആക്ഷൻ എങ്ങനെയാണ് വന്നത്, ഷീ വാസ് മേക്കിംഗ് എ കോഫി. കണ്ടോ, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് പ്രസൻറ്റ് ടെൻസിന് നമ്മൾ ഹാവോ ഹാസോ ആണ് ഉപയോഗിച്ചത്, പക്ഷേ അതിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഹാഡാണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ് 3. വെർബ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ വീഡിയോയിൽ കാണുക കേട്ടോ, വെർബ് 3 ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഇനി ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ യൂസ് കൂടെ നോക്കാം. വെൻ ടു ആക്ഷൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ് ആർ മെൻഷൻഡ് ഇൻ എ സെൻറ്റൻസ്, ദ ഏർലിയർ ആക്ഷൻ ഈസ് ഷോൺ ബൈ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ദ ലേറ്റർ ആക്ഷൻ ബൈ സിമ്പിൾ പാസ്റ്റ്. ഇനി നമ്മൾ രണ്ട് ആക്ഷൻസിനെ കുറിച്ച് പറയുന്നു, ഓർക്കണം, രണ്ട് പ്രവർത്തികളെക്കുറിച്ചാണ് പറയുന്നത്. അന്നേരം ആ രണ്ട് പ്രവൃത്തികൾ നടക്കുമ്പോൾ ഏർലിയർ ആക്ഷൻ, നേരത്തെയുള്ള ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും പിന്നീടുള്ളത് സിമ്പിൾ പാസ്റ്റിലുമായിട്ട് പറയുന്നു. അതെങ്ങനെയാണെന്ന് പറയാം. വെൻ ഐ റീച്ച്ഡ് ഹോം ലാസ്റ്റ് നൈറ്റ് മൈ മദർ ഹാഡ് ഓൾറെഡി ഗോൺ ടു ബെഡ്. ഇതിനകത്തിൽ നമ്മൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയെങ്കിലും മനസ്സിലാവും. ഞാൻ വീട്ടിലെത്തിയപ്പോൾ, കഴിഞ്ഞ രാത്രി ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാനാണോ ആദ്യം വീട്ടിലെത്തിയത്, അമ്മ ഉറങ്ങിയതാണോ? ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ ഉറങ്ങിക്കഴിഞ്ഞു. സോ എന്താ പ്രവൃത്തി ആദ്യം തന്നെ, അമ്മ ഉറങ്ങിയതായിരുന്നു ആദ്യം നടന്നത്. അതിനുശേഷം അമ്മ ഉറങ്ങിയ ശേഷമാണ് ഞാൻ വന്നത്. അപ്പോൾ അമ്മ ഉറങ്ങിയത് നേരത്തെ, അതായത് ഞാൻ വരുന്നതിന് മുമ്പേ അമ്മ ഉറങ്ങി. അപ്പോൾ അമ്മ ഉറങ്ങി എന്ന് പറയുന്ന സെൻറ്റൻസാണ് ആദ്യം നടന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയും. ഞാൻ വന്നത് രണ്ടാമത് നടന്നതാണ്, അത് സിമ്പിൾ പാസ്റ്റിലും പറയും. വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി. അപ്പോൾ അവിടെ ആദ്യം നടന്നത് എന്താണ്, ട്രെയിൻ പോയതാ, അല്ലേ? ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ പോയി. ദാറ്റ് മീൻസ് ട്രെയിൻ പോയി കഴിഞ്ഞാണ് ഞാൻ എത്തിയത്, അല്ലേ? അപ്പോൾ ട്രെയിൻ പോയതാണ് ആദ്യം നടന്നത്. അപ്പോൾ അത് ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് എന്നുള്ളതാണ് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയേണ്ടത്. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ എന്നുള്ളത് എന്താണ്, സിമ്പിൾ പാസ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ആക്ഷൻ ഒരു സെൻറ്റൻസിൽ പറയുമ്പോൾ ഒരെണ്ണം സിമ്പിൾ പാസ്റ്റിലും പിന്നെന്താണ് മറ്റേത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും പറയുന്നു. അപ്പോൾ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നു, രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിൽ പറയുന്നു. അത് തെറ്റിപ്പോരുത്. ഇല്ല, അതിൻ്റെ ലാസ്റ്റ് പോർഷനാണ്, അതായത് പാസ്റ്റ് ടെൻസിൻ്റെ ലാസ്റ്റ് ഫോം, ദ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ. ഹാവ് ഓർ ഹാസ് ആയിരുന്നു നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിച്ച്. അതിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഹാഡാണ്. അതിൻ്റെ കൂടെ ബീൻ പ്ലസ് വെർബ പ്ലസ് ING. ഇതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. In a sentence, when speaks two actions in the past, if earlier action has been continued for some time till a point of time when the later action took place in the earlier action is shown by the past perfect tense. The later action is shown in the simple past tense. ഇതും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിൽ തെറ്റിപ്പോകരുത്. ഇത് രണ്ടും ഏകദേശം ഒരുപോലാണ് പറയുന്നത്, പക്ഷേ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞപ്പോൾ രണ്ട് ആക്ഷൻ നടക്കുന്നു, അതിലൊരെണ്ണം നേരത്തെ നടന്നു, രണ്ടാമത്തേത് രണ്ടാം നടന്നതിന്. പക്ഷേ ഇതിനകത്തിൽ കണ്ടിന്യൂയിങ് ആയി നടക്കുന്ന ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. നോക്കിയേ, ദേ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർ ഹിം ഫോർ 3 hours വെൻ ദേ ഗോട്ട് ദ ഫോൺ കോൾ. ഇവിടെ ഒരു കാര്യം, ഒരു സിറ്റുവേഷൻ തന്നെയാണ്. സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഒരു സിറ്റുവേഷൻ, അതായത് ഞങ്ങൾ കുറേ സമയം, അതായത് 3 മണിക്കൂറോളം എന്ത് ചെയ്തു, അവന് വേണ്ടി സെർച്ച് ചെയ്തു, അല്ലെ അവനെ നോക്കി നിന്നു. വെൻ ദേ ഗോട്ട് ദ ഫോൺ കോൾ, നമുക്ക് അന്നേരം ഒരു ഫോൺ കോൾ വന്ന സമയം വരെയും, അതായത് 3 മണിക്കൂറോളം ഞങ്ങൾ അവനെ നോക്കിയപ്പോൾ ഒരു കണ്ടിന്യൂസ് ആക്ഷനായിരുന്നു. 3 മണിക്കൂർ നമ്മൾ ഒരാളെ സെർച്ച് ചെയ്തല്ലേ, ഒരാളെ നോക്കി നിന്നു, വരാൻ വേണ്ടിയിട്ട് നോക്കി നിന്നു. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആക്ഷനും പിന്നെ
അതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ആക്ഷനും കൂടെ, അങ്ങനെ 2 ആക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതായതുകൊണ്ട് നടന്ന ഏർലിയർ ആക്ഷൻ എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ലേറ്റർ ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയേണ്ടത്. ഈ ടെൻസ് ഫോം സാധാരണയായിട്ട് നമ്മളൊരു സ്പോക്കൺ ലാംഗ്വേജിലോ, അതായത് നമ്മൾ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോഴൊന്നും ഇത്രയും വലിയൊരു എന്താ പറയുന്നത് സെൻറ്റൻസുകൾ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്നതല്ല. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ടെൻസ് ഉണ്ടെന്നും ഇതിൻ്റെ ഫോമും കാര്യങ്ങളും യൂസസും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഫ്യൂച്ചർ ടെൻസുമായി നമുക്ക് നാളെ കാണാം. താങ്ക് യു.